രാജേഷ് സാറേ നമസ്കാരം. നമസ്കാരം. സാർ അയോധ്യ പോയായിരുന്നു? ഇല്ല, പോയിട്ടില്ല. പോകണല്ലേ? നല്ല തിരക്കാണെന്ന് കേട്ടല്ലോ. അത് രാമനവമിയൊക്കെ വരുന്നു. അത് സ്വാഭാവികമല്ലേ? അതെ. ഇപ്പോൾ നമ്മുടെ രാമക്ഷേത്ര നിർമ്മാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഔദ്യോഗികമായിട്ട് അവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നതിന് ശേഷം ഭീകരമായ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാറിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും രാമക്ഷേത്രത്തിലേക്ക് പോവുകയോ അവരതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയോ ചെയ്യും? പോയവരുടെയൊക്കെ പറഞ്ഞറിയാം. നല്ല തിരക്കാണെന്നും എന്നാലും നല്ല വ്യവസ്ഥയാണെന്നും ഒക്കെ പറഞ്ഞറിയാം. അതെ അതെ. നല്ല പ്രധാനമായിട്ടും പറയേണ്ടത് ഒരു 500ഓളം വർഷത്തെ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗത്തിന്റെ സ്വപ്നമായിരുന്നു സാക്ഷാത്കരിക്കപ്പെട്ടത് രാമക്ഷേത്രത്തെ പ്രതിഷ്ഠ അയോധ്യ നടന്ന വഴി, അല്ലേ സാർ? അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അതൊരു പാർട്ടിയുടെ പ്രകടന പത്രികയുടെ ഭാഗം കൂടിയായിരുന്നു. BJP പറ്റിയാണ് പറയുന്നത്. പക്ഷേ ചിലർക്ക് ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം രാജ്യത്തെ പല കാര്യങ്ങളോടും എന്തോ ഒരു എതിർപ്പും അല്ലെങ്കിൽ രാമക്ഷേത്രത്തെ പറ്റി സംസാരിക്കുന്നത് എന്തോ പ്രശ്നമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. സാറിന് അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് തോന്നാതിരിക്കുന്നതിനകത്തും തെറ്റില്ല, തോന്നുന്നതിനകത്തോട്ട് അതിശയവും ഇല്ല. കാരണം രാമനുണ്ടെങ്കിൽ രാവണനുണ്ടെങ്കിൽ രാമനുള്ളൂ. കറക്റ്റാണ് സാർ പറഞ്ഞത്. രാവണന്റെ പക്ഷത്തുള്ളവരും കാണും. സ്വാഭാവികമായിട്ടും രാവണന്റെ പക്ഷത്തുള്ളവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് രാമൻ അവതരിച്ചത് തന്നെ. ഏത് കാലത്താണെങ്കിലും രാവണനുണ്ടോ രാമനുണ്ടാവും. സാർ അത് പറഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും രാമൻ ഒരു മര്യാദ പുരുഷനും അതേസമയത്ത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയവനുമാണ്. സാറിപ്പോൾ രാമന്റെ പക്ഷത്ത് രാവണന്റെ പക്ഷത്തും ഉണ്ടെന്ന് ആളുകളുണ്ടെന്ന് പറയുമ്പോൾ ആക്ച്വലി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം രാമനേക്കാൾ കൂടുതൽ രാവണനെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് പെട്ടെന്നുണ്ടായവരുണ്ടാകരല്ലേ? അല്ല, അത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. രാജ്യം ത്യജിക്കണം എന്നൊരവസരം വന്നപ്പോൾ കൈ കിട്ടി ചക്രവർത്തി പദവാണ്. ദശരഥന്റെ മകൻ എന്നുള്ള രീതിയിൽ ചക്രവർത്തിയാകുന്നതിനുള്ള അവസരം കിട്ടിയപ്പോഴാണ് അമ്മയുടെ ഒരു നിർബന്ധം കണക്കാക്കി അച്ഛൻ്റെ അനുഭവത്തോടെ രാജ്യം ത്യജിക്കേണ്ട സാഹചര്യം വന്നു. ഒന്നും മിണ്ടാതെ രാമനങ്ങ് പോയി, ത്യജിച്ചിട്ട് പോയി. വേറെ ഒരു കൂട്ടുണ്ടായിരുന്നു. ഔറംഗസീബിന് ഒരിക്കലും ചക്രവർത്തി പദം കിട്ടത്തില്ലായിരുന്നു. 4ാമത്തെ മകനായിരുന്നു. 3 ജ്യേഷ്ഠന്മാരെയും തല്ലിക്കൊന്ന് കുഴിച്ചുമൂടി അച്ഛനെ അമ്മയും കാരാഗ്രഹത്തിലിട്ടിട്ട് ചക്രവർത്തിയായിട്ട് മാറി. ഈ 2 പാരമ്പര്യം അനുഷ്ഠിക്കുന്നവരും പിന്തുടരുന്നവരും ഇന്നും ഭാരതത്തിലുണ്ട്. സാറ് വളരെ വേറെ ഒരു പോയിന്റാണ് പറഞ്ഞത്. ഈ ഔറംഗസീബിനെ പറ്റിയൊന്നും ആർക്കും ഇവിടെ സംസാരിക്കണ്ട. അല്ല, ഔറംഗസീബിന്റെ പിന്തുടർച്ചക്കാർ ആ പാരമ്പര്യം പിന്തുടരുന്നവരാണ് രാമക്ഷേത്രം ഉയരുന്നത് കാണുമ്പം മാനസികമായ സംഘർഷത്തിലും ബുദ്ധിമുട്ടിലും ഏർപ്പെട്ടു പോകുന്നത്. അപ്പോൾ സാർ ഇൻഡയറക്ട്ലി അല്ല ഡയറക്ട്ലി പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ ചിലരൊക്കെ ഈ പറഞ്ഞ ഔറംഗസീബിന്റെ പിന്തുടർച്ചക്കാരും ഒക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കല്ലേ? എൻ്റെ സംസാരത്തിന് എനിക്ക് പരോക്ഷമായി ഒന്നും പ്രത്യക്ഷമായ രീതിയില്ല. ഞാൻ കൃത്യമായും പ്രത്യക്ഷമായും തന്നെ പറയുന്ന കൂട്ടത്തിലാണ്. ഇത് ഔറംഗസീബിനെ തങ്ങളുടെ പൂർവ്വപിതാവായി അംഗീകരിക്കുന്നതിന് മടിയില്ലാത്ത താല്പര്യമുള്ള അവരുടെ വിഷയമാണ്. അവരാണ് രാമക്ഷേത്രത്തെ എതിർക്കുന്നത്. വളരെ ക്ലിയർ സംഗതി. നമ്മുടെ ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ടായിരുന്നു, രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം അതൊരു BJPയുടെ പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നുകൊണ്ട് അത് അവർ നടപ്പിലാക്കി. സ്വാഭാവികമായിട്ടും ജനങ്ങളെ കാണുമ്പോൾ അവരത് നടപ്പിലാക്കിയെന്ന് പറയുക തന്നെ ചെയ്യും. അപ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ തന്നെ ഇതിന് കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുന്നവരാണ്. അവരെന്തുകൊണ്ട് പ്രതിഷ്ഠാ ചടങ്ങിൽ പോലും പങ്കെടുത്തില്ല? അവരെന്തൊക്കെ മുട്ടാപ്പൊക്കെ ന്യായം പറഞ്ഞു. അതേസമയത്ത് കോൺഗ്രസിലുള്ള ഈ രാമക്ഷേത്രത്തോടും അയോധ്യയോടും ഒക്കെ പ്രതിജ്ഞാബദ്ധതയുള്ള കുറെ ആളുകൾ ഓപ്പണായിട്ട് സംസാരിച്ചപ്പോൾ അവരെ പുറത്താക്കാനും പാർട്ടി മടിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം. ഞാൻ ആദ്യം പറഞ്ഞ പാരമ്പര്യം പിന്തുടരണമെന്ന് ആഗ്രഹമുള്ളവർ. അതിനപ്പുറം വേറൊന്നും കൂടെ വന്നു. രാമിന് പകരം റോമാ സാമ്രാജ്യത്തിന്റെ ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇറ്റലിക്കാരായ അതന്നെ സ്വാഭാവികമായിട്ട് അവർ നോക്കുന്ന എങ്ങനെയുണ്ട് രാമന്റെ പ്രഭാവം ഭാരതത്തിൽ ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഘട്ടം. രാമന്റെ പ്രഭാവം എന്ന് പറയുന്ന രാമനെ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ആളായിട്ട് കണ്ടല്ല മനസ്സിലാക്കേണ്ടത്. രാമന്റെ പ്രഭാവം എന്ന് പറയുന്നത് ഭാരതീയ ദേശീയതയുടെ അടിത്തറയാണ്. തീർച്ചയായും രാമനും കൃഷ്ണനും ഇല്ലാത്തൊരു ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കാം. അത് ഒരു ഹിന്ദു മതത്തിൻ്റെ ഒന്നുമല്ല. അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ദേശീയതയുടെ ധാർമ്മിക ബോധത്തിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് രാമൻ. ഇന്നത് പറയുമ്പോൾ വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് വർഷപ്രതിപദയാണ്. യുഗങ്ങളായിട്ട് വർഷാരംഭം എന്ന് ഭാരതം കരുതുന്നൊരു ദിവസമായത്. ഈ ദിവസമാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്.
അത് ഡോക്ടർ കേശവ് ബലിറാം ഭഗ്ദേവർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപകൻ്റെ ജന്മദിനം കൂടിയാണ്. എല്ലാം കഴിഞ്ഞ് വേറൊന്നും കൂടെ, ഇന്ന് രാമനവമിയാണ് തുടങ്ങുന്ന ദിവസമാണ്. അതിന് രാമനവമിയുടെ ആദ്യത്തെ ദിവസം ശക്തിയാണ് പൂജിക്കുന്നത്. ശക്തി എന്ന് പറയുമ്പോൾ ചില ആളുകൾ അങ്ങനെ പറഞ്ഞു, ആ ശക്തിയെ പൂജിക്കുമ്പം ആ ശക്തിക്കെതിരെയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഭാരതത്തിൽ ശക്തി, നാരി ശക്തി, ഭൂമി ദേവി ആ ശക്തി കാണുന്നു, മാതൃശക്തിയായിട്ട് കാണുന്നു. ആ മാതൃശക്തിക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്നല്ലേ ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ബോംബെയിൽ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവില്ലേ? അതെ, തീർച്ചയായും. ഈ സാറി പറഞ്ഞ പോലെ ശക്തി എന്നൊക്കെ വാക്കൊക്കെ കേൾക്കുമ്പോൾ ചിലർ, അത് രാഹുൽ ഗാന്ധിയെ പോലുള്ളവരൊക്കെ ഇത്രയധികം പൊട്ടിത്തെറിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ ഒരു സംസ്കാരത്തെ, അതിൻ്റെ ആത്മാവിനെ ഇപ്പോഴും കോൺഗ്രസിന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലേ സാർ? അല്ല, അത് കോൺഗ്രസിന് മാത്രമല്ലല്ലോ, അവരുടെ ഒപ്പം നിൽക്കുന്നവരുടെ മൊത്തം ഒരു നിലപാട് അങ്ങനല്ലേ. നോക്കൂ, സ്റ്റാലിൻ്റെ മകൻ എന്തായാലും പേര് ഉദയൻ എന്താ പറഞ്ഞത്? ഇത് എയ്ഡ്സ് ആണ്, രോഗമാണ്, സനാതന ധർമ്മം ഒഴിവാക്കണം, തീർക്കണം. ഈ ഹൈന്ദവ സംസ്കൃതിയെ, സനാതന ധർമ്മത്തെ തീർക്കണം, ഇല്ലാതാക്കണം, ഖഡ്ഗയുടെ മകൻ പറഞ്ഞു. അവരുടെ എല്ലാം ആവശ്യം ഇതാണ്. ഈ ഒരു ധർമ്മവിരുദ്ധ കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു കൂടിയവരാണ് ഇപ്പം നമ്മൾ കേൾക്കുന്ന INDA എന്ന് പറഞ്ഞ രാഷ്ട്രീയ മുന്നണി. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയിലെ വിശ്വാസങ്ങൾ, ഇതിനെ എതിർത്ത് മുന്നേറാൻ പറ്റുന്ന രീതിയിൽ വോട്ട് സമാഹരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇതിനെ എതിർക്കുന്നവരുടെ വോട്ട് സമാഹരിക്കുക, ഇതിനെ എതിർക്കുന്ന ഭാരതത്തിനുള്ളിലുള്ള ശക്തികളുടെ വോട്ട് സമാഹരിക്കുക. ആ സമാഹരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനും ഭാരതത്തിന് പുറത്തുള്ള, അതിർത്തിക്ക് പുറത്തുള്ള ശത്രുക്കളുടെ സഹായം തേടുക. അത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ആണെങ്കിലും മറ്റു മതപരിവർത്തനത്തിൻ്റെ ആണെങ്കിലും പാശ്ചാത്യ സാമ്രാജ്യത്തിൻ്റെ ആണെങ്കിലും ഈ സഹായം തേടി, ഇതാണ് ലക്ഷ്യം. സാർ ഈ പറഞ്ഞ പോലെ ഛത്തീസ്ഗഡിൽ മോദി തെരഞ്ഞെടുപ്പ് റാലി സംസാരിക്കുന്നിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന് ഇവിടെ ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ അഴിമതിയുടെ ഒരു വിളനിലമാക്കി അവിടെ ലൈസൻസ് കിട്ടിയിരുന്നു. ആ ലൈസൻസ് റദ്ദാക്കിയത് 2014 മോദി വന്നതിന് ശേഷമാണ്. അതായത് ജനങ്ങളാണ് ആ ലൈസൻസ് മോദിക്ക് കൊടുത്തത്. അതായത് ഈ കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാനുള്ള ലൈസൻസ് മോദിക്ക് കൊടുത്തത് ജനങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് 3ാം വട്ടവും മോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. ഇതിൽ നിന്നും ഒന്നും കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി ഒന്നും പഠിക്കുന്നില്ല എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഒരു ശ്രീരാമിൻ്റെ കാര്യവും വർഷപ്രതിപതിയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും, ശക്തിയുടെ കാര്യവും ദേവിയുടെ പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു ഓർമ്മ എനിക്ക് വന്നിരിക്കുന്നു. ചിന്മയാനന്ദ സ്വാമി ഹരിദ്വാറിൽ അദ്ദേഹത്തിന് മഠം സ്ഥാപിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കണ്ടമാനം കാറ്റ്, നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ കാറ്റടിച്ച് ഇങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുണ്ടായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞാണോ അദ്ദേഹം സ്വയം മനസ്സിലാക്കിയാണ്, അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം കിട്ടുന്നു. ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ സ്ഥാപിക്കുകയെന്ന്. ആഞ്ജനേയൻ്റെ പ്രതിഷ്ഠ എവിടെ സ്ഥാപിച്ചു? കാറ്റിൻ്റെ ശല്യം കഴിഞ്ഞു. വായുപുത്രൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചു കഴിഞ്ഞപ്പം കാറ്റ് ഉണ്ടാക്കിയിരുന്ന, കാറ്റ് കൊടുങ്കാറ്റായിട്ട് മാറി ഉണ്ടാക്കിയിരുന്ന ശല്യം മാറിക്കിട്ടിയെന്ന് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞൊരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് 2014 മോദിയുടെ വരവെന്നൊക്കെ പറയുന്നൊരു നിമിത്തമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, അയോധ്യയിലെ വിധി സുപ്രീം കോടതിയിലെ 5 ജഡ്ജിമാരും കൂടെ ഒന്നിച്ച, ഒരാൾ എഴുതല്ല, 5 പേരുടെ, ഇത് ഇപ്പോഴും ആരും എഴുതുന്നറിയില്ല. ആ വിധി പ്രഖ്യാപനത്തിന് ശേഷമാണ് ഭാരതം നമ്മളീ കാണുന്ന തരത്തിലേക്കുള്ള വളർച്ചയുടെ പ്രധാന ആരംഭം കുറിക്കുന്നത്. ഇടയ്ക്ക് ബാലാരിഷ്ടത മറ്റേ ഈ കോവിഡൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും 5 ട്രില്യൺ എക്കണോമിയിലേക്ക് ഭാരതത്തിന് പോകാൻ പറ്റുന്ന ഒരു വികസന സാധ്യത, വികസനം ലക്ഷ്യം വെക്കുന്നതിനുള്ള ക്ഷമത രാഷ്ട്രീയ നേതൃത്വത്തിന് കിട്ടിയതെന്നാ രാമൻ്റെ കാര്യത്തിൽ തീരുമാനമായ ശേഷമാണ്. ഇനി പ്രതിഷ്ഠ സ്ഥാപിച്ച സമയത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ആത്മനിർഭര ഭാരതത്തിൻ്റെ സങ്കല്പം വന്നതും ഇതോടൊപ്പം ചേർന്നിട്ടാണ്. അമൃത ഭാരതം എന്നൊരു സങ്കല്പം വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. 2047 ആകുമ്പോൾ ഭാരതത്തെ
ഏറ്റവും സർവശ്രേഷ്ഠമായ രീതിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് കഴിയുന്ന രീതിയിലേക്ക് വികസനം ഉണ്ടാവണം, വിദ്യാഭ്യാസം ഉണ്ടാവണം, ആരോഗ്യരംഗം പരിഷ്കരിക്കണം, പ്രതിരോധം ശക്തമാകണം, സാമ്പത്തിക മേഖല ശക്തമാകണം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിനൊപ്പം തന്നെയാണ്. അതുകൊണ്ട് രാമക്ഷേത്രം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് രാഷ്ട്രക്ഷേത്രമാണ്. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഓരോ ഘട്ടത്തിലും രാഷ്ട്രക്ഷേത്രത്തിൻ്റെ നിർമ്മാണമാണ് പ്രതീകാത്മകമായി നിർവഹിച്ചതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതെ, ഒരു ഇത് എനിക്ക് തോന്നുന്നു മോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും. അതുവരെ ഇന്ത്യയിലെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ തന്നെ ഇത്രയും വലിയ വിവാദങ്ങളായിട്ടില്ല. 2014 ശേഷം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഇന്ത്യയിലെ വിശ്വാസ സമൂഹം ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് തുറന്ന് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഒരു വിഭാഗത്തിന് പേടി തോന്നി തുടങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല ഈ അയോധ്യയിലെ വിഷയങ്ങളടക്കം ഇത്രയധികം ഊതി വീർപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ശക്തി എന്ന് പറയുന്ന ഒരു വാക്കിനെ പോലും ഭയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? അല്ല, അവിടെ ഞാൻ പറഞ്ഞില്ല, ഇതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഭാരതത്തിൻ്റെ ജീവൻ, ആത്മാവ്, ചൈതന്യം, അടിത്തറ എന്നൊക്കെ പറയുന്നത് ഹൈന്ദവ സാംസ്കാരിക ദേശീയതയാണ്. ആ ഹൈന്ദവ സാംസ്കാരിക ദേശീയതയുടെ അടിത്തറ ഇളക്കി കഴിഞ്ഞാൽ ഭാരതമില്ല. ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഡോക്ടർ അംബേദ്കർ, ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ, അദ്ദേഹം 1917 ഒരു തീസിസ് തയ്യാറാക്കി കൊളംബിയ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. എന്നെ ചെറിയ പ്രായം അന്നേരം വിദ്യാർത്ഥിയായിട്ട് അവിടെ ചെന്ന കാലത്ത് അന്നവരെല്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്ന അക്കാഡമിക് പ്രമുഖന്മാരുടെയൊക്കെ ചിന്ത എന്താന്ന് പറഞ്ഞാൽ ഭാരതത്തിനൊരു സാംസ്കാരിക ഐക്യം ഇല്ല, ഇത് ഭിന്നമായ രീതികളൊക്കെ ഉള്ള ഒരു രാഷ്ട്ര കൂട്ടായ്മയില്ലെന്നാണ് പറഞ്ഞത്. അന്ന് അംബേദ്കർ അതിൽ പറഞ്ഞ, സ്വാഭാവികമായിട്ട് അതിൻ്റെ കൊട്ടേഷൻ എൻ്റെ കയ്യിലില്ല, ഞാൻ എൻ്റെ ആശയം പറയാം. പറഞ്ഞതാണ്, വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ പൊതു സ്വഭാവം. വ്യക്തികളും സമൂഹങ്ങളും അങ്ങനെയാണല്ലോ. പക്ഷെ വേറിട്ട് നിൽക്കുന്നതിനിടയ്ക്കും ഒരു ഏകാത്മതയുടെ ചരണിനുള്ളൊരു കെട്ട് ഉണ്ടെന്നുള്ളതാണ് ഭാരത. അന്ന് ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ കാണുന്ന ഭാരതമല്ല, ഭാരത ഉപഭൂഖണ്ഡത്തിൻ്റെ തനി സ്വഭാവം എന്നാണ് അംബേദ്കർ പറഞ്ഞത്. ആ കെട്ട് യഥാർത്ഥത്തിൽ ഹൈന്ദവ സാംസ്കാരിക ദേശീയതയിലെ കെട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ആനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന വിഖ്യാതമായ പുസ്തകത്തിൽ, ജാതിക്കെതിരെ ആഞ്ഞടിച്ച പുസ്തകം അത് അവസാനം പറഞ്ഞിരുന്നൊരു സെൻറ്റൻസ് ഉണ്ട്: സ്വരാജ് നേടിയെടുത്താൽ മാത്രം പോരാ, സ്വരാജ് സംരക്ഷിക്കപ്പെടണം. സ്വരാജ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഹിന്ദു സംരക്ഷിക്കപ്പെടണം. ഹിന്ദു സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിഭാഗീയത ഇല്ലാതാവണം. ഇതെല്ലാം നടന്നില്ലെങ്കിൽ വീണ്ടും അടിമത്തത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളുകൾ എന്തെല്ലാം വിവാദപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ സാംസ്കാരിക ഏകത, മതപരമായതല്ല, സാംസ്കാരിക ദേശീയതയുടെ ഏകത അംബേദ്കർ എന്ന് കണ്ടത് തന്നെയാണ് യഥാർത്ഥ. ശരിക്കും വീരസവർക്കറിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. ആ ഹൈന്ദവ ദേശീയതയാണ് ഭാരതത്തിനെ കെട്ടി ഒന്നാക്കി നിർത്തിയിരിക്കുന്നത്. അതെ സാർ, ഈ പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞ അംബേദ്കർ പോലും ഇന്നത്തെ കാലത്ത് ഒരു വിഭാഗത്തിന് മാത്രം ആണെന്നും പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്ന കാലമാണ്. അത് ആർക്കും പറയാമല്ലോ, ആർക്കും പറയാവുന്ന അപ്പുറമായിട്ട് കുറച്ച് ഡീപ്പായിട്ട് വേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ അംബേദ്കറുടെ ഇപ്പോൾ ഏപ്രിൽ 14 അദ്ദേഹത്തിന് ജന്മദിനം വരിക, അന്ന് വേണേൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അവിടെ വിഷയം അതല്ല. അങ്ങനെ അദ്ദേഹം പോലും കാണിച്ചു തന്ന സവർക്കർ ഡിഫൈൻ ചെയ്ത ഒരു ദേശീയതയുണ്ടല്ലോ, ആ ദേശീയതയാണ് ഭാരതത്തിൻ്റെ അടിത്തറ. ആ ദേശീയതയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ കേശവ് പിള്ള ഭഗ്നേവറുമൊക്കെ പരിശ്രമിക്കുകയും ചെയ്തത്. അതിന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപനത്തിന് ശേഷം 100 വർഷമാകാൻ പോകുമ്പോൾ ഭാരതം അതിൽ ലബ്ധപ്രതിഷ്ഠ നേടിയെങ്കിൽ അതിൽ അഭിമാനിക്കുന്നവർക്ക് തൃപ്തി, സന്തോഷം. ഭാരതത്തിൻ്റെ ഏകതയെ ഭയപ്പെടുന്നവർക്ക്, വിഭിന്നമാക്കണമെന്നുള്ളവർക്ക് ബുദ്ധിമുട്ടും. അത് സ്വാഭാവികമാണ്.